ഡോസിന് 150 രൂപ നിരക്കിൽ തന്നെ കമ്പനി ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് വാക്സിൻ വിതരണം ആരംഭിച്ച സമയത്ത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിപ്രായപ്പെട്ടത്. അന്ന് ലാഭം ഉണ്ടാകുന്നുവെന്ന് പറഞ്ഞ ആ നിരക്ക് പിന്നെ എന്താണ് ഇത്ര കണ്ട് മാറാനിടയായത് എന്നത് അറിയാത്ത കാര്യമാണ്. പക്ഷേ നാം സ്വീകരിക്കുന്ന വാക്സിന് വില ഈടാക്കുന്നത് ന്യായമല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചത് ന്യായവിലയുമല്ല. ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് ഇന്നും കത്തയച്ചിട്ടുണ്ട്. കഴിഞ്ഞ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തന്നെ വാക്സിൻ സൗജന്യമായി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അന്ന് വലിയ കയ്യടിയോടെ നിയമസഭയിൽ ഭരണകക്ഷികൾ സ്വാഗതം ചെയ്ത കാര്യമാണ്. ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള ഫണ്ട് കൂടെ ബഡ്ജറ്റ് കാണുമല്ലോ. എന്നാൽ പോലും എൻ്റെ ഡിമാൻഡ് കേന്ദ്രം സൗജന്യമായി വാക്സിൻ നൽകണമെന്ന്. ലോകത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് സംസ്ഥാനങ്ങൾക്ക് മേൽ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡ് വാക്സിന് വേണ്ടി ചുമത്തിയിട്ടുള്ളത് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. 50% വാക്സിൻ 150 രൂപയ്ക്ക് കേന്ദ്രം വാങ്ങി സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറയുന്നു. കേന്ദ്രം തരുന്ന സൗജന്യം നോക്കിയാണോ കേരളം സൗജന്യ വാക്സിൻ പ്രഖ്യാപിച്ചത് എന്ന് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു കേന്ദ്രം സൗജന്യമായി വാക്സിൻ നൽകണമെന്ന്. കോവിഡ് വാക്സിൻ ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. സംസ്ഥാനങ്ങൾക്കുള്ള കോവിഡ് വാക്സിൻ്റെ മാനദണ്ഡം എന്താണ്? എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് കോവിഡ് വാക്സിൻ കേന്ദ്രം വിതരണം ചെയ്യുന്നത്? അത് ജനസംഖ്യാനുപാതികമായാണോ അതോ കോവിഡ് രോഗികളുടെ എണ്ണം വെച്ചാണോ? ഇതിനൊക്കെ ആരാണ് മറുപടി പറയുക? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി BJP നേതാവ് നാരായണൻ നമ്പൂതിരി, യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ കോടിയാട്ട്, CPM നേതാവ് M പ്രകാശൻ, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പത്മനാഭ ഷേണായി എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിലേക്ക്. ശ്രീ നാരായണൻ നമ്പൂതിരി, വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ് ഈ കോവിഡ് വാക്സിൻ വിഷയം കേരളത്തെ സംബന്ധിച്ചെങ്കിലും. കാരണം കേരളത്തെ സംബന്ധിച്ചിപ്പോൾ ആശുപത്രി കിടക്കകളോ ഓക്സിജനോ ശ്മശാനങ്ങളോ പോലുമല്ല ഇപ്പോഴത്തെ പ്രശ്നം, വാക്സിനാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വാക്സിനേഷൻ നടത്തണം, അങ്ങനെ കോവിഡിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ കോവിഡ് സ്ട്രാറ്റജി. പക്ഷേ അതിലുള്ള ഏക വിഘ്നം കൃത്യമായ വാക്സിൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. വാക്സിൻ കൃത്യമായി ലഭിക്കുന്നില്ല. മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ പ്രഖ്യാപിച്ച കേരളത്തിന് മെയ് 1 മുതൽ കൊടുക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല എന്ന് മുഖ്യമന്ത്രി തെളിച്ചു പറയുന്നു. അതിൻ്റെ കാരണം ഇപ്പോൾ കോവിഡിൻ്റെ പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ട്, കോവിഡിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് ആ കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ള വില, അതിനോട് കേന്ദ്രം പാലിക്കുന്ന മൗനം, അവർക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് മേൽ 400 രൂപയ്ക്ക് ഡോസിന് ഈടാക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തുകൊണ്ട് കേന്ദ്രം പാലിക്കുന്ന മൗനമാണ്. ഇതിന് മറുപടി പറയേണ്ടത് ആരാണ്? കേന്ദ്രം തന്നെയല്ലേ? കേന്ദ്രം ഭരിക്കുന്ന BJP അല്ലേ? ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന വാക്സിന് മരുന്ന് അഫോർഡബിൾ അല്ലാത്ത തരത്തിലുള്ള മരുന്ന് വിലയിടരുത് എന്നതിനപ്പുറം അവരുടെ വില നിർണ്ണയത്തിൽ കൈകടത്താൻ ഏത് ഭരണകൂടത്തിനാണ് അധികാരം? ഒന്ന്. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ട് 150 രൂപയ്ക്ക് കേന്ദ്രത്തിന് നൽകി, അതെന്തുകൊണ്ട് 400 ആയി? 150 രൂപയ്ക്ക് കേന്ദ്രത്തിന് നൽകുന്ന ഈ കോവിഷീൽഡ് കമ്പനിയുടെ വിലയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 400 രൂപ എന്ന് പറയുന്നത്. കോവിഷീൽഡ് എന്ന് പറയുന്നത് പൂർണ്ണമായി ഒരു ഇന്ത്യൻ നിർമ്മിത വാക്സിൻ അല്ല. അത് UK ബേസ്ഡുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മെഡിക്കൽ സ്ഥാപനമാണ് ആ മരുന്ന് കണ്ടെത്തിയതും ആ മരുന്ന് പരീക്ഷണം നടത്തി നിർമ്മാണം നടത്തുന്നു എന്ന് മാത്രമാണ് ഈ ഇന്ത്യയിൽ നടക്കുന്നത്. അതിനപ്പുറം ആ മരുന്നിൻ്റെ പേറ്റൻ്റ് അടക്കമുള്ളത് ഈ ഓക്സ്ഫോർഡിലെ സ്ഥാപനത്തിനാണ്, മെഡിക്കൽ സ്ഥാപനത്തിനാണ്. അപ്പോൾ ഈ മരുന്നിൻ്റെ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 100 മില്യൺ ഡോസ് എന്നാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൃത്യം അളവ് എനിക്കറിയില്ല. ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും തോതിലുള്ള മരുന്ന് വാക്സിൻ കേന്ദ്രത്തിന് 150 രൂപയ്ക്ക് നൽകുമെന്ന്. അതൊരു ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കേന്ദ്രവുമായിട്ടുണ്ടാക്കിയ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച വിലയാണിത്. അതിനുശേഷം വരുന്ന വാക്സിന് പേറ്റൻ്റ് റൈറ്റ് അടക്കമുള്ളത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കുന്ന പേറ്റൻ്റ് അടക്കം കൊടുക്കുന്ന 50% പേറ്റൻ്റ് റൈറ്റാണുള്ളത്. അത് ഓക്സ്ഫോർഡിലെ കമ്പനിക്കാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പേറ്റൻ്റ് റൈറ്റ് അടക്കം ഉള്ളത് കൂട്ടിച്ചേർത്താണ് ഈ വില നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ്
ഞാൻ മാധ്യമങ്ങളിൽ വന്നതും അതേപോലെ തന്നെ മറ്റു മേഖലകളിൽ സോഷ്യൽ മീഡിയയിൽ വന്നതും അടക്കമുള്ള കാര്യങ്ങൾ വായിച്ചും പുനെവാലയുടെ ഇൻ്റർവ്യൂവിലെല്ലാം കണ്ടതുമനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വില നിശ്ചയിച്ചിരിക്കുന്നത്. കോവാക്സിൻ്റെ വില ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള സംസ്ഥാനത്തിൻ്റെയും മറ്റ് സ്വകാര്യ ആശുപത്രികളുടെയും കോവാക്സിന് ഇതുവരെ വില നിർണ്ണയിച്ചിട്ടില്ല. കോവാക്സിന് മറ്റൊരാൾക്ക് പേറ്റൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായി ഇന്ത്യൻ കമ്പനിയാണത്. അതിൻ്റെ പേറ്റൻറ്റും ഇന്ത്യൻ കമ്പനിക്ക് തന്നെയാണ്, ഇന്ത്യൻ കമ്പനി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായൊരു അതുമാത്രമല്ല, മറ്റ് വാക്സിനുകളെ അപേക്ഷിച്ച് ഈ 400 രൂപ എന്ന് പറയുമ്പോൾ, അല്ലെ 600 രൂപ എന്ന് പറയുമ്പോഴും സ്പുട്നിക് അടക്കമുള്ള മറ്റു വാക്സിനുകളെ അപേക്ഷിച്ച് വളരെ വിലക്കുറവിലാണ് ഈ വാക്സിനുകൾ ഇവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ $15 അമേരിക്കയിൽ ചില ഓരോ വാക്സിൻ്റെ $15 തൊട്ട് $10 വരെ ഡോളർ വരെ വിലയ്ക്ക് വിൽക്കുന്ന വാക്സിനുകളാണുള്ളത്. അപ്പോൾ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഇവിടെ വില കുറച്ച് തന്നെയാണ് കിട്ടുന്നത്. ഒന്നത്. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് എപ്പോഴും സൗജന്യമായി കേന്ദ്ര സർക്കാർ ആണ് വാക്സിൻ നൽകുന്നത്. കേരളത്തിൽ 67 ലക്ഷം ആളുകൾ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. 7 ലക്ഷം ഡോസോളം ഇപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ കൈവശമുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. ആവശ്യത്തിന് ഒരു കേരളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കേരളത്തിൻ്റെ വാക്സിനേഷൻ ഡ്രൈവ് നടക്കുന്നതിൻ്റെ തോതിനനുസരിച്ച് കേരളത്തിലേക്ക് വീണ്ടും വാക്സിനുകൾ ഈ 150 രൂപയുടെ കേന്ദ്രത്തിൻ്റെ പൂളിൽ നിന്നുള്ള വാക്സിൻ കേരളത്തിലെത്തും. അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. താങ്കൾ പറഞ്ഞ എല്ലാ പോയിന്റിലും വ്യക്തത ആവശ്യമുണ്ട്. താങ്കൾ ഉന്നയിച്ച മുഴുവൻ പോയിന്റുകളിലും വ്യക്തത ആവശ്യമുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം, കേന്ദ്രവുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് 150 രൂപയ്ക്ക് ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അവർ കേന്ദ്രത്തിന് വാക്സിൻ നൽകുന്നതെന്ന് പറഞ്ഞു. അതൊരു ധാരണയുടെ പുറത്താണ്. എങ്കിൽ സംസ്ഥാനങ്ങൾക്കുള്ള വില നിശ്ചയിച്ചത് എന്ത് ധാരണയുടെ പുറത്താണ്? ഒരു പ്രൊക്യൂർമെൻ്റ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ കമ്പനി 400 രൂപ ഞങ്ങൾക്ക് വിലയുണ്ട് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതും അവർ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ വില അറിയാമല്ലോ. ലോകത്തെ ഏറ്റവും ഉയർന്ന വിലയാണ്. അതായത് ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വില ഏറ്റവും ഉയർന്നതാണ് എന്നാണ് പറയുന്നത്. സൗദി അറേബ്യയ്ക്ക് അവർ വിതരണം ചെയ്യുന്നത് $5.25 സൗത്ത് ആഫ്രിക്കയ്ക്കും അതേ വിലയ്ക്ക്, അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് $4, ബംഗ്ലാദേശിന് $4, ബ്രസീലിന് $3.15, UK-ക്ക് $3, യൂറോപ്യൻ യൂണിയന് 2.15 മുതൽ 3.5 വരെ ഡോളറിന്. അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി അയക്കുന്നതിനേക്കാൾ കൂടിയ വില സംസ്ഥാനങ്ങൾക്ക് മേൽ ഏകപക്ഷീയമായി ചുമത്തുകയാണ്. പിന്നെ ഈ അഫോർഡബിൾ പ്രൈസിന് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കും കേന്ദ്രം എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് ന്യായത്തിലാണ്? ഈ അമേരിക്കയിൽ കോവിഷീൽഡ് വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ്. വിതരണം ചെയ്തു തുടങ്ങിയിട്ടില്ല. അവരുമായുള്ള പ്രൊക്യൂർമെന്റ് ആരംഭിച്ചിട്ടുണ്ട് ജനുവരിയിൽ തന്നെ. ആ ജനുവരിയിൽ വന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണത്. ആ വില ജനുവരിയിൽ അവർ പ്രൊക്യൂർമെന്റ് ആരംഭിച്ചിട്ടുണ്ട്, കൊടുത്തു തുടങ്ങിയിട്ടില്ല, ശരിയാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളുമായെല്ലാം പ്രൊക്യൂർമെന്റ് ഉണ്ട്, ബംഗ്ലാദേശുമായുമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഈ അമേരിക്കയ്ക്ക് മരുന്ന് നൽകുന്നത് ഓക്സ്ഫോർഡ് കമ്പനിയാണ്. കോവാക്സിൻ അമേരിക്ക ഇതുവരെ സാങ്ഷൻ നൽകിയിട്ടില്ല. കോവിഷീൽഡിൻ്റെ യഥാർത്ഥ നിർമ്മാതാക്കളായ പേരൻറ് കമ്പനിയായ ഓക്സ്ഫോർഡിലെ മെഡിക്കൽ കമ്പനിയാണ്, മെഡിക്കൽ ലാബാണ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് മറ്റ് രാജ്യങ്ങളിൽ വിതരണം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് പേറ്റൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് അവർക്ക് വില നിർണ്ണയിക്കാനുള്ള, പേറ്റൻറ്റ് നിർണ്ണയിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ആദ്യത്തെ ധാരണയനുസരിച്ച് ആ ധാരണാപത്രത്തിൽ പറയുന്ന ഡോസിന് മാത്രമാണ് ഈ 150 രൂപ. അതിനുശേഷമുള്ള ഓരോ പ്രൊക്യൂർമെന്റിനും വാക്സിൻ കൊടുക്കുന്നതെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് 400 രൂപ നിശ്ചയിച്ചത് അതേ ധാരണയുടെ പുറത്താണോ? ആ ധാരണ അങ്ങനെ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളുമായി ഒരു പ്രൊക്യൂർമെന്റ് ധാരണയില്ലാതെ ഈ വില നിശ്ചയിക്കാൻ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആരാണ് അധികാരം നൽകിയത്? ഇല്ല. അല്ല, സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രോഡക്റ്റിന്റെ വില നിശ്ചയിക്കുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? അപ്പോൾ ഈ കേന്ദ്രം ഏത് ധാരണയുടെ പുറത്താണ് കേന്ദ്രത്തിന് 150 രൂപയ്ക്ക് നൽകാൻ വില നിശ്ചയിക്കുന്ന ആരാ?
കേന്ദ്രത്തിന് 150 രൂപയ്ക്ക് നൽകാൻ തീരുമാനിച്ച ഒരു ധാരണയുടെ പുറത്താണെന്ന് താങ്കൾ പറഞ്ഞു. ആ ധാരണ എന്താണ്? ആ ധാരണയ്ക്ക് അടിസ്ഥാനമായ ഒരു കാര്യമുണ്ട് നാരായണൻ നമ്പൂതിരി. ഇവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി 5000 കോടി രൂപയോളം കേന്ദ്രം നൽകിയിട്ടുണ്ട്. ആ കേന്ദ്രം നൽകിയ 5000 കോടിയിൽ സംസ്ഥാനങ്ങൾക്ക് വിഹിതമുണ്ട് എങ്കിൽ ഈ സംസ്ഥാനങ്ങൾക്കുള്ള വിലയും അതേ ധാരണയുടെ പുറത്താകണ്ടേ? അയ്യായിരം കോടി രൂപ നൽകിയത് മരുന്നിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്നുള്ള മരുന്നിൻ്റെ മുൻകൂർ വിലയായിട്ടാണ് 5000 കോടി രൂപ നൽകിയത്. ഇപ്പോൾ 3000 രൂപ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും 1500 കോടി രൂപ ഭാരത് ബയോടെക്കിനും മരുന്നിൻ്റെ അഡ്വാൻസ് പേയ്മെൻ്റാണ്. അത് ശരിയാണ്. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും മറ്റ് കമ്പനികളിൽ ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിനുമൊക്കെയാണ്. പക്ഷേ അത് മരുന്നിൻ്റെ വില അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ടാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതല്ല, മരുന്നിൻ്റെ വിലയിൽ പരിഗണിച്ചാണ് ഈ നൽകിയിരിക്കുന്നത്. രണ്ട്, ഞാൻ സൂചിപ്പിച്ചത് ഈ ആദ്യത്തെ ധാരണയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഡോസ് ഉണ്ട്. ഞാൻ 100 മില്യൺ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അത് ഞാൻ ആക്യുറേറ്റ് എനിക്ക് കൃത്യം അറിയില്ല. അത് വരെ പേറ്റൻ്റ് ഒഴിവാക്കാൻ ഇതിൻ്റെ പേരൻറ്റ് കമ്പനി സംബന്ധിച്ച് പേറ്റൻറ്റ് കൊടുക്കണ്ട, പേറ്റൻറ്റ് റൈറ്റ് ഇല്ല, അതിന് പേറ്റൻറ്റ് ഫീസ് കൊടുക്കണ്ട. അപ്പോൾ ആ ഫീസ് കഴിച്ചിട്ടാണിത്. പക്ഷേ അതിന് ശേഷം വരുന്ന ഓരോ ഡോസിനും പേറ്റൻറ്റ് കൊടുക്കേണ്ടതുണ്ട്, പേറ്റൻറ്റ് റൈറ്റ് കൊടുക്കേണ്ടതുണ്ട്. അത് ടോട്ടൽ എമൗണ്ടിൻ്റെ പ്രൈസിൻ്റെ 50% ബേസ് പ്രൈസിൻ്റെ 50% ആണ് പേറ്റൻ്റായിട്ട് പോകേണ്ടത്. മറ്റ് സർചാർജുകൾ അടക്കം വരുമ്പോൾ അതാണ് ഈ 400 രൂപ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. അതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. പക്ഷേ 150 രൂപയ്ക്ക് കേന്ദ്രത്തിന് കൊടുക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ലാഭമാണ് എന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ CEO അഡാർ പൂനാവാല തന്നെ പറഞ്ഞിട്ടുണ്ട്. 150 രൂപയ്ക്ക് കൊടുത്താൽ പോലും അതിലും താഴ്ന്ന വിലയ്ക്കാണ് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത്, അതുപോലും ഞങ്ങൾക്ക് ലാഭമാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അതിൻ്റെ 3 ഇരട്ടി വിലയ്ക്ക്, 3-4 ഇരട്ടി വിലയ്ക്ക് സംസ്ഥാനങ്ങളുടെ മേൽ ഈ വില അടിച്ചേൽപ്പിക്കുന്നത് ഇത് കേന്ദ്രവുമായുള്ള ധാരണയുടെ പുറത്താണോ എന്നാണ് ചോദ്യം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഞാൻ പറഞ്ഞത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രവുമായി ധാരണയുടെ ആവശ്യമില്ലല്ലോ. ആ മരുന്ന് കമ്പനികൾക്ക് ഇപ്പോൾ കോവിഡിന് നൽകുന്ന ഇഞ്ചക്ഷന് 4000 രൂപ വിലയാണ്, 8000 രൂപ വിലയുണ്ട്. അത് ആ മരുന്ന് കമ്പനിയല്ലേ തീരുമാനിക്കുന്നത്? ജീവൻ രക്ഷാ മരുന്നുകളുടെ മരുന്ന് കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം നൽകിയെന്നാണ് ചോദ്യം. അവർക്ക് സ്വതന്ത്രമായി അവർക്ക് വില തീരുമാനിക്കാമെങ്കിൽ ഈ 150 രൂപ എന്ന പ്രൈസിലേക്ക് എങ്ങനെയാണ് കേന്ദ്രവുമായി ധാരണ എത്തിയത്? അത്തരം ഒരു ധാരണയ്ക്ക് ഒരു പ്രൊക്യൂർമെന്റ് പ്രോസസ്സിലേക്ക് സംസ്ഥാനങ്ങളുമായി പോകേണ്ട കമ്പനി, അല്ലാതെ ഏകപക്ഷീയമായി ഇതുപോലെ വളരെ അത്യാവശ്യമായ ജീവൻ രക്ഷാ ഔഷധത്തിന്റെ വില ഒരു കമ്പനി അങ്ങ് തീരുമാനിക്കുമ്പോൾ കേന്ദ്രം കൈയിട്ട് നോക്കി നിൽക്കുകയാണ്, ഒരു ധാരണയുമില്ല എന്ന് പറഞ്ഞ്. അല്ല, ആശുപത്രി ബെഡിന്റെ വില ആരാ തീരുമാനിക്കുന്നത്? നാരായണൻ നമ്പൂതിരി, ആശുപത്രി ബെഡിന്റെ വിലയല്ല, ഇത് ജീവൻ രക്ഷാ ഔഷധമായ കേന്ദ്ര സർക്കാർ മുൻകൂറായി 3500 കോടി രൂപ കൊടുത്തു. 3500 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊടുത്തു. നിങ്ങൾ തന്നെ പറയുന്നു ഒരു ധാരണയുടെ പുറത്താണ് ഈ പ്രൈസ് നിശ്ചയിച്ചതെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ ആ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ ധാരണയില്ലാത്തത് എന്തുകൊണ്ടാണ്? അവിടെയും ഒരു പ്രൊക്യൂർമെന്റ് പ്രോസസ് ബാധകമല്ലേ? ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ വില തീരുമാനിക്കുന്നത് ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഈ രാജ്യത്ത് വാക്സിൻ്റെ വില തീരുമാനിക്കാൻ ഏതെങ്കിലും ഗവൺമെന്റിന് അധികാരമുള്ളതായിട്ട്, അങ്ങനെ ഒരു നിയമമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. 150 രൂപ എങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റിന്റെയും മരുന്നിന്റെ ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ 25,000 കേന്ദ്രത്തിനും അങ്ങനെയാണെങ്കിൽ 400 രൂപയ്ക്കല്ലേ കൊടുക്കേണ്ടത്? അങ്ങേക്ക് എന്താണ് ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രത്തിനും ഈ $100 മില്യൺ കഴിഞ്ഞാൽ 400 രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത്, വാങ്ങാൻ പോകുന്നത്. ആദ്യത്തെ ധാരണയിൽ പേറ്റന്റ് റൈറ്റ് ഒഴിവാക്കി, മറ്റ് ചാർജുകൾ ഒഴിവാക്കി, പേരന്റ് കമ്പനിക്ക് നൽകേണ്ട മുഴുവൻ തുകയും ഒഴിവാക്കിയുള്ള വിലയാണിത്. അതിനുശേഷമുള്ള ഡോസുകൾക്ക് പേരന്റ് കമ്പനിക്ക് പേറ്റന്റ് കൊടുക്കണം. അതുകൂടെ കൂട്ടിയിട്ടാണ് ഈ വില വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഒരു മരുന്നിൻ്റെ ഇപ്പോൾ സ്പുട്നിക് ഇറക്കുമതി ചെയ്യുന്നു. സ്പുട്നിക്കിൻ്റെ വില എത്രയാ? 1400 രൂപയാണെന്നല്ലേ മാധ്യമങ്ങൾ പറയുന്നത്. അത് കേന്ദ്രം പറയുകയാണ് അതിൻ്റെ വില അങ്ങനെ പറ്റിയല്ല എന്ന് പറയാൻ ഒക്കുമോ?
അതായത് റഷ്യൻ നിർമ്മിത വാക്സിൻ ഇതിന്റെ ഇറക്കുമതി പേറ്റന്റ് ചെയ്യുമ്പോൾ ഉടമസ്ഥരായ 10 ഓക്സ്ഫോർഡ് കോടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ വയലിൽ പേറ്റന്റ് ഇറക്കാൻ ചാർജ് പോകുന്നു. ഒഴിവാക്കി കൊടുക്കുന്നു എങ്കിൽ എല്ലാ അത് കമ്പനി അതൊരു ജീവകാരുണ്യ പ്രവർത്തനം ഞാൻ മാത്രമല്ല. ചോദിച്ച- ഓക്സ്ഫോർഡ് ഒരു ഞാൻ കമ്പനിയല്ല. നോക്കൂ ഞാൻ- നാരായണ നമ്പൂതിരി, ഓക്സ്ഫോർഡ് ഒരു സർവകലാശാലയാണ്. സർവകലാശാല കീഴിലെ ഗവേഷണ സ്ഥാപനമാണ് ഈ കോവാക്സിൻ വികസിപ്പിച്ചത്, കോവിഷീൽഡ്. എങ്കിൽ അതിന് ആധാരമായി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പലതരം ആൾക്കാരാണ്. വിവിധ രാജ്യങ്ങൾ, ചാരിറ്റി ഓർഗനൈസേഷൻസ്, അതുപോലെ ജീവകാരുണ്യ സംഘടനകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഉൽപ്പന്നമാണ് ഈ കോവിഷീൽഡ്. അതിനാണ് ഇവർ പേറ്റന്റ് ഒഴിവാക്കി കൊടുക്കുന്നത്, അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഇതേ കാര്യം സംസ്ഥാനങ്ങളുമായി ഒരു ധാരണയെത്താതെ ഏകപക്ഷീയമായി അവർ വില നിശ്ചയിക്കുകയാണ് 400 രൂപ. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് ഇത് കൊടുക്കുന്നതോ അതിലും താഴ്ന്ന വിലയ്ക്ക് $4 മറ്റും $2.50 മറ്റും. അതെങ്ങനെ സാധ്യമാവുന്നു എന്നാണ് ചോദ്യം. എൻ്റെ ചോദ്യം, എവിടെയാണ് $2.50 കൊടുത്തത്? ഞാൻ വായിച്ചല്ലോ, യൂറോപ്യൻ യൂണിയൻ $2.50 മുതൽ $3.50 വരെയാണ് വില കൊടുത്തത്. എനിക്ക് അറിയില്ല. ബംഗ്ലാദേശിന് $4 എന്ന് വെച്ചാൽ 4.28 300 രൂപയിൽ താഴെ 400 രൂപയാണ് കേരളത്തിന്. അതായത് വിദേശ രാജ്യത്തിന് 400 രൂപ, 300 രൂപ, കേരളത്തിന് 400 രൂപ. ഇതെന്ത് നീതിയാണെന്നാണ് ചോദ്യം. യൂറോപ്യൻ അല്ല, അത് തന്നെയാണ് ഞാൻ യൂറോപ്യൻ യൂണിയന് കോവിഷീൽഡ് അല്ല പോയിരിക്കുന്നത്, പൂനാസിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല അവിടെ സപ്ലൈ ചെയ്യുന്നത്. അവരുടെ പ്രൊക്യൂർമെന്റ് ഡീറ്റെയിൽസ് ആണ് യൂറോപ്യൻ യൂണിയനിൽ അവരുടെ പ്രൊക്യൂർമെന്റ് ഡീറ്റെയിൽസ് ആണ് വിവിധ രാജ്യങ്ങളുമായുള്ള. അവരെ കൊടുക്കുന്നില്ല, അവർ വില നിശ്ചയിച്ച് കൊടുക്കാൻ ധാരണയായതാണ് ഞാൻ മനസ്സിലാക്കിയത് യൂറോപ്യൻ യൂണിയനിലും അമേരിക്കയ്ക്കും എല്ലാം മരുന്ന് സപ്ലൈ ചെയ്യുന്നത് പൂന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. പൂന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽക്കുന്ന ഓരോ മരുന്നിൻ്റെയും അതിൻ്റെ ബേസ് പ്രൈസിൻ്റെ 50% പ്ലസ് പൈസ പേറ്റൻ്റായി ഓക്സ്ഫോർഡിലെ കമ്പനിക്ക് നൽകണം. അത് എന്ത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് ആരൊക്കെയും അതിൻ്റെ പണം മുടക്കില്ല അവർക്ക് നൽകേണ്ടതുണ്ട്. വിശദീകരിക്കുന്നത് ഇവർക്ക് പേറ്റന്റ് ചാർജ് നൽകേണ്ടതുണ്ടായിരുന്നു. ആ പേറ്റന്റ് ചാർജ് ഒഴിവാക്കിയ സൗജന്യത്തിലാണ് 150 രൂപയ്ക്ക് കേന്ദ്രത്തിന് വിതരണം ചെയ്യുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നു 50% ഡോസ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കേന്ദ്രം പ്രൊക്യൂർ ചെയ്യുന്നത്. അതനുസരിച്ചുള്ള കേരളത്തിനുള്ള വിഹിതം കൃത്യമായി ലഭിക്കും, ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ 50% സൗജന്യ നിരക്കിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കേന്ദ്രം തന്നെ പ്രൊക്യൂർ ചെയ്യുമ്പോൾ പിന്നെ സംസ്ഥാനത്തിന് എന്താണ് പരാതി എന്നാണ് മുരളീധരൻ്റെ ചോദ്യം. ഈ വിഷയത്തെ 2 തലങ്ങളിലായി നമ്മൾ കാണേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം എത്രയോ പതിറ്റാണ്ടുകളായി സൗജന്യമായി വാക്സിൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് സൗജന്യ വാക്സിൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരുന്ന് കമ്പനികൾക്ക് വാക്സിൻ്റെ വില നിർണ്ണയിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് വില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം രണ്ടാമത്തെ കാര്യമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി ലഭിക്കേണ്ടിയിരുന്ന എത്രയോ പതിറ്റാണ്ട് കാലമായിട്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന വാക്സിൻ വില കൊടുത്താൽ മാത്രമേ കിട്ടൂ എന്ന് പറയുന്ന ഒരു ദുരിതാവസ്ഥ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മൗലികമായ കാര്യം. കേന്ദ്ര ഗവൺമെൻറ്റിന് മറ്റെല്ലാ രംഗത്തുമുള്ള നയങ്ങളെപ്പോലെ തന്നെ ഇവിടെ വിദേശിയും ഇന്ത്യനുമായിട്ടുള്ള കുത്തക മുതലാളിമാർക്ക് പണം കൊയ്യാനുള്ള ഒരു മേഖലയായിട്ട് മരുന്ന് വ്യാപാര മാർക്കറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് മാറ്റിയിരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ ഇവരുടെ ദയാദാക്ഷിണ്യത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മൗലികമായ പ്രശ്നം. പിന്നെ മരുന്നിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ നേരത്തെ ഈ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CEO തന്നെ പരസ്യമായിട്ട് പത്രക്കാരെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ്. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം? ഇപ്പോൾ കേന്ദ്രത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന 150 രൂപ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരിയ ലാഭമുള്ളതാണ്. പക്ഷേ ഇത്രമാത്രം ഗൗരവമായ ഒരു രോഗത്തിൻ്റെ മധ്യത്തിൽ വലിയ നിലക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല. ആ നിലക്കാണ് ഞങ്ങൾ 150 രൂപയ്ക്ക് കേന്ദ്രത്തിന് മരുന്ന് കൊടുക്കുന്നതെന്ന് നേരത്തെ തന്നെ പൂനെവാല കൃത്യമായി പറഞ്ഞത് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അന്യായം എന്താ? യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ വാക്സിൻ ഏതാണ്ട് കൊടുത്തു തീർന്നു. ഇനിയിപ്പോൾ ഈ മരുന്ന് കമ്പനികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഇന്ത്യയാണ്. ഇന്ത്യ ലോകത്തിലെ ജനസംഖ്യയോട് 2ാമത്തെ രാജ്യമാണല്ലോ. യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ചുരുങ്ങിയ വിലക്ക് ഈ മരുന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു ഗൗരവമായ നിലക്കുള്ള ഒരു മത്സരം നടത്തിയാൽ മരുന്ന് ചെറിയ വിലക്ക് കിട്ടാൻ വേണ്ടി പറ്റാവുന്ന സാധ്യതയുണ്ട്. ആ സാധ്യത പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്, പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ പറയുന്ന മരുന്ന് ഉണ്ടാക്കുന്നതിന് 3000 കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവത്തിൽ നിർവഹിക്കാനാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് വിവേചനപരമായിട്ട് സംസ്ഥാനങ്ങളെ സമീപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താ?
50% കേന്ദ്ര ഗവൺമെൻറ്റിന് 150 രൂപക്ക്, ബാക്കി 50% സ്വകാര്യ കമ്പനിക്കാർക്കും സ്റ്റേറ്റുകൾക്കും വേണ്ടി ഒന്നിച്ച് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ എന്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ ഒരു പൂളായി കാണുന്നില്ല? മൊത്തത്തിൽ 70-80% സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കാക്കി മാറ്റിവെച്ച് അതിന് മേലെ വില നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച നടത്തി ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നാൽ അത് ജനങ്ങൾക്ക് എത്രമാത്രം ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ ജനങ്ങളുടെ താല്പര്യം നരേന്ദ്രമോദിക്ക് പ്രശ്നമേ അല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇന്ത്യനും വിദേശവുമായിട്ടുള്ള കുത്തക മുതലാളിമാർക്ക് ഈ കോവിഡ് രോഗത്തെ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാൻ അവസരം കൊടുക്കണം, അതിന് ജനങ്ങൾ വിട്ടുകൊടുക്കണം. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതിലെ യഥാർത്ഥമായ അന്യായം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ പറയുന്ന തീരുമാനം എടുത്തു എന്നുള്ളതാണ്. വാക്സിന് മരുന്ന് വാങ്ങാനുള്ള തീരുമാനം, സൗജന്യ വാക്സിൻ എന്ന് പറയുന്നത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ വില നിർണ്ണയ അധികാരം തന്നെ സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇപ്പം ഇന്ത്യൻ പാറ്റന്റ് ആക്ടിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ഈ നാരായണ നമ്പൂതിരി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്ത്യൻ പാറ്റന്റ് ആക്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എമർജൻസി ലൈസൻസിങ് സിസ്റ്റം ഇന്ത്യൻ പാറ്റന്റ് ആക്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? അടിയന്തരമായ ഘട്ടങ്ങളിൽ നമ്മൾ നിശ്ചയിക്കുന്ന രൂപത്തിൽ മരുന്ന് തരാൻ ഈ വിദേശ കമ്പനികൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളെ കൊണ്ട് ആ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് നിർബന്ധിത ലൈസൻസ് കൊടുക്കുന്നതിന് ഇന്ത്യ അനുവദിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന പാറ്റന്റ് ആക്ടിലുള്ള ആ വ്യവസ്ഥ. ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷിക്കണം എന്നാണ് ഗവൺമെൻറ് ആലോചിക്കുന്നതെങ്കിൽ ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ വാക്സിൻ്റെ വില വളരെ വേഗത്തിൽ കുറഞ്ഞു വരും. ഇപ്പോൾ പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവർക്ക് ഉൽപ്പാദന ചെലവെന്ന് പറയുന്നത് 150 രൂപയിൽ താഴെയാണ് എന്ന് CEO തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിച്ച് ഈ സ്വകാര്യ കമ്പനികൾക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വാക്സിൻ നിർമ്മാണം ഏതായാലും സ്വകാര്യ മേഖലയിലേ ഉള്ളൂ. അപ്പോൾ 50% കേന്ദ്രം തന്നെ ന്യായവിലയ്ക്ക് പ്രൊക്യൂർ ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി തന്നെ കോവിഡ് വാക്സിൻ നൽകാൻ കഴിയും. ഇനി സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവർ സ്വകാര്യ മേഖലയിൽ നിന്ന്, സ്വകാര്യ മാർക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് ഇത് വാങ്ങി ഉപയോഗിച്ചോട്ടെ എന്നാണ് നയം. അതാണ് കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എല്ലാവർക്കും സാർവത്രികമായി സൗജന്യ വാക്സിൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെ ഇനി പാവങ്ങൾക്ക് മാത്രം സൗജന്യമാക്കി നൽകിയാൽ മതി, ബാക്കിയുള്ളവർ സ്വകാര്യ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചോട്ടെ. കാരണം ഇപ്പോൾ തന്നെ ഈ വാക്സിനേഷൻ തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക് ആ വാക്സിൻ ഉപയോഗിച്ചതിൻ്റെ തുക തന്നെ ആളുകൾ സംഭാവന ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനർത്ഥം ആളുകളുടെ കയ്യിൽ പണമുണ്ട്, അവർ വാങ്ങി ഉപയോഗിച്ചോട്ടെ എന്നും കരുതാമല്ലോ, മുരളീധരൻ വാദിക്കുന്നത് പോലെ. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യയുടെയും മൗലികമായ നയങ്ങൾക്ക് വ്യത്യസ്തമായ ഒന്നാണ്. ഇപ്പം നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിലെ പൗരൻ്റെ അവകാശങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭരണഘടനാപരമായിട്ട് ആരോഗ്യ സംരക്ഷണം. അത് ഗവൺമെൻറ്റുകളുടെ ചുമതലയാണ്. അപ്പോൾ വാക്സിൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഔദാര്യമായ കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ, ഇന്ത്യൻ ഭരണഘടന 50-ൽ നടപ്പിൽ വന്ന കാലം മുതൽ ഈ അവകാശം ജനങ്ങളുടെ മൗലികാവകാശപ്പെട്ട ഒന്നാണ് ആരോഗ്യ സംരക്ഷണം. അത് ഏർപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ളതാണ്. ആ ചുമതലയിൽ നിന്ന് സമർത്ഥമായി പിന്മാറുക, ജനങ്ങളെ ആകെ തന്നെ കമ്പനികളുടെ പരിധിക്ക് വിട്ടുകൊടുക്കുക, ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന നയം. ആ നയത്തെയാണ് സംസ്ഥാന ഗവൺമെന്റ് എതിർക്കുന്നത്. നിർദ്ദേശത്വങ്ങളുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളുടെ ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ് എന്ന് സുപ്രീം കോടതി പോലെ പറഞ്ഞിട്ടുണ്ട്. ശരി പ്രകാശ്, അതിനകത്ത് ഉൾപ്പെടുന്ന ഒന്നാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ചോദിച്ചൊരു ചോദ്യം, അതിൽ ഒരു കല്ലുകടിയുണ്ട്. അതായത് ഒരു നിമിഷം നാരായണ നമ്പൂതിരി. ഷബിൻ, ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേന്ദ്രം സൗജന്യമായി തരുമെന്ന് കരുതിയാണോ സാർവത്രിക സൗജന്യ വാക്സിനേഷൻ പ്രഖ്യാപിച്ചത് കേരളം എന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. അത് അസ്ഥാനത്തായ ഒരു ചോദ്യമല്ല. കാരണം പ്രതിപക്ഷ നേതാവ് തന്നെ സൗജന്യ നിരക്കിൽ വാക്സിൻ സംസ്ഥാനങ്ങളിൽ ലഭ്യമാക്കണം എന്ന് അസന്ദിഗ്ധമായി ആവശ്യപ്പെട്ടിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അത് സ്വന്തം കാലിലേക്ക് വെടിവെക്കുന്നതിന് സ്വന്തം നിലപാടിനെതിരെ തന്നെയല്ലേ ആ പ്രസ്താവന? രമേശ് ചെന്നിത്തല കേരളത്തിന്റെ കേരളത്തിൽ മനസ്സിലാക്കണം, ഈ കേരളത്തിലെ പോലെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ പ്രസ്താവനയോട് പറയുന്നതിന് മുൻപേ ഞാൻ മറ്റ് ഒരു കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകിയിട്ട് അതിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്, ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വലിയ വിവാദത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്? കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിഷയമായി കാണേണ്ടതല്ല. പക്ഷേ
ഇന്ന് ലോകമാധ്യമങ്ങളും ലോക ആരോഗ്യ സംഘടന തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് വിലയിരുത്തുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊരു ഒരു ചർച്ചയിലേക്ക് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ഈ രാജ്യത്തെ അതൃപ്തിയുടെ ഒരു ശൈത്യകാലം മാറാൻ പോകുന്നു, അതായത് ഒരു ഗ്ലോറിയസ് സമ്മറിലേക്ക് നമ്മൾ വരാൻ പോകുന്നു, വലിയ പ്രതീക്ഷയുടെ ഒരു വേനലിലേക്കാണ് വരാൻ പോകുന്നതെന്നാണ്. ഇറ്റ്സ് ദ എൻഡ് ഗെയിം ഓഫ് കോവിഡ് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. തുടർന്ന് അദ്ദേഹം നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. പക്ഷേ എന്താണ് അജിംസ ഇന്നത്തെ അവസ്ഥ? നമുക്ക് ഈ പണം കൊടുത്താൽ തന്നെ വാക്സിൻ ലഭിക്കാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യമുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ വന്നത്? ഇപ്പോഴാണ് 2021 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ രാജ്യത്തെ 70% ആളുകൾക്ക് കോവിഡ് വാക്സിൻ കൊടുക്കണം എന്നുള്ളൊരു നയം പോലും ഇന്ത്യ മഹാരാജ്യം എടുത്തത്. എന്തുകൊണ്ടാണ് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും മുൻപന്തിയിൽ നിൽക്കുന്നത്? കാരണം അവർ ഈ കോവാക്സിനോ അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട വാക്സിൻ്റെ ഓർഡറുകൾ 2020 40 കോടി ഓർഡർ അമേരിക്ക കൊടുത്തപ്പോൾ 2020 നവംബർ മാസത്തിൽ യൂറോപ്യൻ യൂണിയൻ 80 കോടി ഓർഡർ കൊടുത്തു. നമ്മൾ 135 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം 2021 ജാനുവരി മാസം അവസാനം മാത്രമാണ് വാക്സിനോടുള്ള ഓർഡറിൻ്റെ കാര്യം ചിന്തിച്ചു തുടങ്ങിയത് എന്നുള്ളിടത്താണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ പരാജയമിരിക്കുന്നത്. ഇനി 2, ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടിയ ഏറ്റവും വലിയ പ്രയോജനം അല്ലെങ്കിൽ ഗുണകരമായ കാര്യം എന്തായിരുന്നു? സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും ഈ 2 കമ്പനികളും ഇന്ത്യ മഹാരാജ്യത്ത് കോവിഡ് ഷീൽഡും കോവാക്സിനും ആദ്യം തന്നെ കണ്ടുപിടിക്കുക, അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രിയപ്പെട്ട നാരായണൻ നമ്പൂതിരി ആദ്യം പറഞ്ഞു കോവിഡ് ഷീൽഡ് അല്ല യൂറോപ്യൻ യൂണിയനിലും മറ്റ് രാജ്യങ്ങളിലും കൊടുക്കുന്നതെന്ന്. ഞാൻ ബഹുമാനപ്പെട്ട നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ട്വീറ്റ്, അത് മിസ്റ്റർ പൂനെവാല ഫെബ്രുവരി മാസം 15-ാം തീയതി ഇട്ട ഒരു ട്വീറ്റാണ്. ഡിയർ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ, I thank you for your warm words towards India and its vaccine industry. As we await regulatory approvals from Canada, I assure you Serum Institute of India will fly out COVID shield to Canada in less than a month. അതായത് കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കോവിഡ് ഷീൽഡ് എത്രയും വേഗം എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും തുടർന്ന് പൂനെവാല നടത്തിയ ഒരു ട്വീറ്റാണ്, അതായത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും കോവിഡ് ഷീൽഡ് എത്തിക്കുന്നതെന്ന് മിസ്റ്റർ പൂനെവാല തന്നെ പറയുന്ന ട്വീറ്റാണ് ഞാനിവിടെ വായിച്ചത്. ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിട്ടും അവരുമായി ശരിയായ വണ്ണം ഒരു ചർച്ച നടത്താതെ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്തിടത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടാമത്തെ പരാജയം ഇരിക്കുന്നത്. ഇപ്പോൾ നാരായണ നമ്പൂതിരി ഇവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പാൻഡമിക് ആക്ട് പ്രകാരം, ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ റെഗുലേറ്ററി അതോറിറ്റി പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് കൊടുക്കുന്ന വാക്സിൻ്റെ വില നിയന്ത്രിക്കാനുള്ള അവകാശവും അധികാരവും ഈ രാജ്യത്തെ സർക്കാരിനുണ്ട്. ആ സർക്കാർ ചെയ്യാത്തിടത്താണ് ഇവിടെ ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ മൂന്നാമത്തെ പരാജയം. ഇനി ഇതിലെ രാഷ്ട്രീയ പ്രശ്നം, ഇത് രാഷ്ട്രീയമാണോ അജിംസെ? മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു കത്ത് കൊടുക്കുകയുണ്ടായി ഈ കേന്ദ്ര മന്ത്രിസഭയ്ക്ക്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ കോവിഡ് ഷീൽഡ് ഉൾപ്പെടെയുള്ള വാക്സിനുകൾ സ്കെയിലപ്പ് ചെയ്യണം, ഇവിടെ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള വാക്സിനുകൾക്ക് ഇവിടെ അനുമതി കൊടുക്കണം. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ മന്ത്രിമാരും ആ മുൻ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ച് അപഹസിച്ച് അദ്ദേഹത്തെയും കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധിയെയും ഇവിടെ ഒരു കോവിഡ് സുനാമി വരുന്നുവെന്ന് 2020 മാർച്ച് മാസത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വാനോളം ആക്ഷേപിച്ച ഈ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഇന്ന് ചെയ്യുന്നത് എന്താണ്? അവർ പറഞ്ഞതല്ലേ ചെയ്യുന്നത്. മൻമോഹൻ സിംഗ് പറയുന്നതനുസരിച്ച് ഇവിടെ സ്കെയിലപ്പ് ചെയ്യുകയാണ് വാക്സിൻ. പുറത്തു നിന്നുള്ള വാക്സിനുകൾക്ക് അനുമതി കൊടുക്കുവാൻ വേണ്ടി ഈ രാജ്യം കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ദുർഘട അവസ്ഥയിൽ ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ കേന്ദ്ര സർക്കാരാണ്. ഇനിയിപ്പോൾ വാദത്തിന് വേണ്ടി പല BJP നേതാക്കന്മാരും പറയുന്നുണ്ട് ഇവിടുത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു പാൻഡമിക് നടക്കുമ്പോൾ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് കൂടി പ്രകാരമാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ആണ് ഈ രാജ്യത്ത് പാൻഡമിക്കിനെ നേരിടുന്നത്.
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അത് പൂർണ്ണമായും യൂണിയൻ ലിസ്റ്റിലുള്ളതാണ്. യൂണിയൻ ഗവൺമെന്റ് ആണ് ഈ നാട്ടിലെ സംസ്ഥാനങ്ങളെ ഗൈഡ് ചെയ്യേണ്ടത്. ഏത് നിലയ്ക്കാണ് ഈ സംസ്ഥാനങ്ങൾ ഇവിടെ വാക്സിനേഷനും അല്ലെങ്കിൽ കോവിഡ് അല്ലെങ്കിൽ ആ പാൻഡമിക് പ്രതിരോധങ്ങൾ നടത്തേണ്ടതെന്നുള്ളത്. ഈ കേന്ദ്ര സർക്കാരിന് 2020 മാർച്ച് മാസത്തിലാണ് നമ്മൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. 2021 മാർച്ച് മാസത്തിൽ നമ്മൾ കോവിഡിൻ്റെ എൻ ഗെയിം എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ കോവിഡ് തീർന്നുവെന്ന് പ്രഖ്യാപിച്ച് ഇവിടെ വിക്ടറി ആഘോഷിക്കുമ്പോൾ രണ്ടാം കോവിഡിൻ്റെ സുനാമിയെ നേരിടാൻ ഈ രാജ്യം തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണത് പ്രഖ്യാപനം ഉണ്ടായത്. പൂർണ്ണമായ അർത്ഥത്തിൽ കോവിഡിൻ്റെ പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാർ പരാജയമാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഓക്സിജൻ ദൗർലഭ്യത. ഇനി ഞാൻ അതിൻ്റെ കണക്കിലേക്ക് വരുന്നതിന് മുമ്പ് അജിൻസ് പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ബഡ്ജറ്റിൽ പേജ് നമ്പർ 130 പാര 231 ഈ സർക്കാർ, കേരളത്തിലെ സർക്കാർ മുഴുവൻ തുകയും ഈ സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും പൂർണ്ണമായും സൗജന്യമായ വാക്സിനാണ് ഈ സംസ്ഥാനത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് അസന്നിഗ്ധമായി കേരളത്തിലെ ധനകാര്യമന്ത്രിയും മന്ത്രിസഭയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചു. ഇവിടെ ഒരു ഫണ്ട് കണ്ടെത്താതെയാണോ ബഡ്ജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കുമെന്നോർത്താണ്. അല്ല, ഞാൻ പറയട്ടെ അജിംസേ, അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പ്രഖ്യാപിച്ചു, ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് കണ്ടെത്താതെയാണോ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സൗജന്യമായി ഇവിടെ ഒരു വാക്സിനേഷൻ നടത്തുമെന്ന് പറയുന്നത്? ഒരു സംശയവും വേണ്ട. കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് സാർവത്രികമായി സൗജന്യമായി വാക്സിൻ കൊടുക്കണം. അജിംസെ, നമുക്കറിയാം 200 രൂപയ്ക്ക് ഈ നാട്ടിൽ വാക്സിൻ കൊടുത്താൽ എത്ര രൂപ ചെലവ് വരും? 40,000 കോടി രൂപയാണ് ചെലവ് വരുള്ളൂ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിൽ നിന്ന് ഇനി 400 രൂപയ്ക്ക് മേടിച്ചാൽ തന്നെ 2 ഡോസിന് എത്ര ചെലവ് വരും? 50,000 60,000 കോടി രൂപ വില വരും. ഒറ്റ സംശയം, PM CARES ഫണ്ട് എന്തിനുള്ളതാണ്? PM CARES ഫണ്ടിൽ എത്ര രൂപയുണ്ടെന്നാണ് ചോദ്യം. നിങ്ങൾ അധികാരത്തിലെത്തിയാൽ, മെയ് 2-ാം തീയതി നിങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ ചെലവ് നിങ്ങൾ ഏറ്റെടുക്കുമോ? അല്ല, തീർച്ചയായിട്ടും ഇത് PM CARES ഫണ്ടിൽ നിന്ന് കേന്ദ്രം തരുന്നില്ല എന്ന് കരുതുക, ഇത് സംസ്ഥാനം ഏറ്റെടുക്കും, നിങ്ങൾ ഇത് കൊടുക്കുമോ എന്നാണ് ചോദ്യം. ഇല്ല, തീർച്ചയായിട്ടും ഇവിടെ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗജന്യമായി തന്നെ ഈ വാക്സിൻ കൊടുക്കണമെന്നുള്ളതാണ് UDFന്റെ പ്രഖ്യാപിത നയം. അതുമായാണ് UDF മുന്നോട്ട് പോകുന്നത്. ശരി ശരി ശരി, അല്ല, ഞാൻ ഈ കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചോട്ടെ. ക്ഷമിക്കണം, എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ ഇത്രയും അസന്ദിഗ്ധാവസ്ഥ വാക്സിൻ വിതരണത്തിലുണ്ട്. മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യവ്യാപകമായി. ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ലഭ്യതയ്ക്ക് അനുസരിച്ച് കൊടുക്കാമെന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇപ്പോഴും അതിലൊരു ഉറപ്പുമില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ച് വാക്സിനേഷനാണ് ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള മാർഗം. പിന്നീടുള്ളത് പരിമിതമായ നിയന്ത്രണങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വാക്സിൻ ഡ്രൈവിനെ ഈ അസന്ദിഗ്ധാവസ്ഥ സ്വാധീനിക്കുമോ? അതെ, അജിംസിനോട് പറയാനുള്ള 2 കാര്യങ്ങളാണ്. ഈ ഒരു വേവ് കോവിഡ് സുനാമി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കോവിഡിന്റെ ഒരു വാക്സിനേഷൻ ഡ്രൈവ് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം എത്തിക്കഴിഞ്ഞാൽ കോവിഡിന്റെ നിരക്ക് കുറഞ്ഞു വരും. അതായത് സമൂഹത്തിൽ ഒരു 30-35% ആളുകളെ വാക്സിനേറ്റ് ചെയ്താൽ മാത്രമേ ഈ പാൻഡമിക്കിന്റെ ഒരു വേവില് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ 35% കേരളത്തിന്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ 1.25 കോടി 1.3 ക്രോർസോളം വരും. 1.3 ക്രോർ ആളുകളെ വാക്സിനേറ്റ് ചെയ്യണമെങ്കിൽ 2.6 കോടി ഡോസുകൾ നമ്മൾ മിനിമം കൊടുക്കണം. ഈ 2.6 കോടിയിൽ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന 65-70 ലക്ഷം മാത്രമാണ്. അതായത് നമ്മൾ 1/3 താഴെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ദിവസം 3 ലക്ഷം ഡോസ് വാക്സിൻ വെച്ച് കൊടുക്കാൻ പറ്റിയെങ്കിൽ തന്നെ, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് കേസ് സിനാരിയോ, നമുക്ക് മിനിമം ഒരു 2.5-3 മാസം കൊണ്ട് മാത്രമേ 30-35% എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഈ 3 മാസത്തിനുള്ളില് ഈ കോവിഡിന്റെ വേവില് ഒരു തരത്തിലുള്ള എഫക്റ്റും വാക്സിൻ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വേവിനെ പ്രതിരോധിക്കാൻ വാക്സിൻ കൊണ്ട് നമുക്ക് ഒരു ഉപയോഗവുമില്ല. ഈ വേവില് നമുക്ക് വാക്സിൻ കൊണ്ടുള്ള ഉപയോഗം എന്താണ്?
ഡെഫിനറ്റ്ലി അടുത്ത വേവുകൾ ഉണ്ടാകാതിരിക്കാനും മരണനിരക്ക് കുറയ്ക്കാനുമുള്ള ഒരു നല്ല പ്രതിരോധ മാർഗം തന്നെയാണ് വാക്സിൻ, അതിന് സംശയമില്ല. പക്ഷേ ഇപ്പൊ കണ്ടിരിക്കുന്ന കോവിഡ് സുനാമി അല്ലെങ്കിൽ കോവിഡ് വേവിന് വാക്സിൻ കൊണ്ട് വലിയ എഫക്ട് ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഒന്ന് വാക്സിൻ ദൗർലഭ്യമുണ്ട്, പിന്നെ അത്രയും പേർക്ക് വാക്സിൻ കൊടുത്തെത്തുക എന്ന് പറയുന്നത്, ഈ 2.5 കോടി 3 കോടി ഡോസിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ജോലിയാണ്. അതൊരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വേവിലെ വാക്സിന്റെ എഫക്ട് കുറവാണ്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, വാക്സിൻ ദൗർലഭ്യമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാക്സിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പോകുന്നു, ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എനിക്കിതിലുള്ള സജഷൻ, ഡെഫിനറ്റ്ലി യൂണിവേഴ്സൽ വാക്സിനേഷൻ എല്ലാവർക്കും ഫ്രീ ആയി കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 35,000 കോടി രൂപ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള വലിയൊരു എമൗണ്ട് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. 35,000 കോടി രൂപ മുടക്കി 40,000 കോടി രൂപ, പിന്നെ അതിന്റെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ കൂടി കഴിഞ്ഞാൽ 60,000 കോടി രൂപ. 60,000 കോടി രൂപ മുടക്കി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് എക്കോണമിയെ പഴയ ട്രാക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവൺമെന്റ് കോവിഷീൽഡ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റൻ ആണ്, എക്കണോമിക്കൽ ക്വസ്റ്റൻ ആണ്. പക്ഷേ ജനങ്ങൾക്ക് ഒരു ആരോഗ്യ വിദഗ്ധ രീതിയിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട്, ഏറ്റവും വില കുറച്ച് ഫ്രീ ആയിട്ട് വാക്സിൻ അവൈലബിൾ ആക്കുക, അത് വേണ്ട ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആക്കുക, ഒന്നാമത്തെ കാര്യം. അപ്പൊ ഗവൺമെന്റിന് ഒരു കോവിഷീൽഡോ കോവാക്സിനോ ഫ്രീ ആയിട്ട് കൊടുക്കാം. അതിൽ വില കൂടിയ വാക്സിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോവോവാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫൈസറിന്റെ വാക്സിൻ ആണെങ്കിലും അത് കുറച്ചുകൂടി വില കൂടിയതാണ്. അത് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കണ്ട. അത് വിപണിയിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ യൂസ് ചെയ്യട്ടെ. അതിന് എമർജൻസി യൂസ് അപ്രൂവൽ ഗവൺമെന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഫ്രീ കൊടുക്കണ്ട. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഓപ്ഷൻ, ഇനി ഒരു വാക്സിൻ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ വേണ്ടവർക്ക് വേണ്ടത് വില കൂടി വേണം അത് മേടിക്കാം. ഫ്രീ ആണോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും എല്ലാ ഹോസ്പിറ്റൽസിലും അത് ഫ്രീ ആയിട്ടും അവൈലബിൾ ആണ്. അതിന് ലഭ്യത എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം ബാക്കി നിൽക്കുന്നത്. ശ്രീ നാരായണൻ നമ്പൂതിരി, ഈ സാർവത്രിക സൗജന്യ വാക്സിൻ എന്ന ഇന്ത്യ തുടർന്നു വന്ന പരമ്പരാഗത നയമുണ്ട്. ആ നയം ഇങ്ങനെയുള്ള പാൻഡമിക് സമയത്തായിരുന്നില്ല, പോളിയോ പോലുള്ള രോഗങ്ങൾക്കാണ്. അത് ഇത്തരം തീവ്രതയുടെ സാംക്രമിക രോഗമായിരുന്നില്ല, എത്ര തീവ്രതയുള്ളതായിരുന്നില്ല. ഇവിടെ നമ്മളൊരു ദുരന്തമുഖത്താണ്, ഒരു സാംക്രമിക രോഗത്തിൻ്റെ, ഒരു പാൻഡമിക്കിൻ്റെ മുമ്പിലാണ്. അപ്പോഴാണ് താങ്കൾ പറയുന്നത് സ്വകാര്യ കമ്പനികൾ മരുന്നിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കഴിവ് പറയുന്നത്. ഇത് ജനങ്ങൾ കേൾക്കുന്നുണ്ട് ശ്രീ നാരായണൻ നമ്പൂതിരി. അല്ല അജിംസെ, ഞാൻ ചോദിക്കുന്നത് സാംക്രമിക രോഗമാണ്, പാൻഡമിക് ആണ് എന്നുള്ളത് കൊണ്ടാണല്ലോ 45 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായി വാക്സിൻ നൽകുമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെടുക്കുകയും ആ തീരുമാനം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു വർധനവ് വരുമ്പോൾ സ്വാഭാവികമായി പൂർണ്ണമായി കേന്ദ്രത്തിന് കൊണ്ട് മുന്നോട്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ള സാഹചര്യം. കാരണം ഈ പറയുന്ന പോലെ 35% അല്ലെങ്കിൽ 60% ആളുകൾക്ക് വാക്സിനേഷൻ നൽകേണ്ടി വരുമ്പോൾ അതിനുണ്ടാകുന്ന സമയവും അതിൻ്റെ സംവിധാനത്തിനുണ്ടാകുന്ന തകരാറുകൾ, അത്രയും പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, അതെല്ലാം ഉള്ളത് കൊണ്ടാണ് 50% സ്റ്റേറ്റിൽ. ആ 50% സ്റ്റേറ്റിൻ്റെയും സൗജന്യമാണല്ലോ ആളുകൾക്ക് നൽകുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുക 50% വാങ്ങിക്കുന്നതും സംസ്ഥാനങ്ങൾക്കാണല്ലോ നൽകുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുപോയി കുത്തിവെക്കാനൊന്നും പറ്റില്ലല്ലോ. അത് സംസ്ഥാനങ്ങൾക്ക് ഈ നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾക്ക്, കാറ്റഗറിയിലുള്ള ആളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാൻ സംസ്ഥാനത്തേക്കാണല്ലോ വരുന്നത്. പ്രൈസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ എല്ലാ ഇപ്പം US-ൽ സ്പുട്നിക്കിന് $15 വില. അതായത് ഓരോ കമ്പനിയാണ്, അതായത് ഗവൺമെൻറ്റാണ് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എനിക്കറിയില്ല. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കാര്യം കോൺഗ്രസിൻ്റെ വക്താവ് സൂചിപ്പിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം തൊട്ട് സെക്കൻഡ് വേവിനെ കുറിച്ചുള്ള ഗൈഡൻസ് കൊടുത്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും, പ്രത്യേകിച്ച് അത് കൂടുതൽ വരാൻ സാധ്യതയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമായി നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിനാവശ്യമായ ഗൈഡൻസ് എന്ന വാക്ക് ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഏതാ നമ്മൾ കോവിഡിനെ അതിജയിച്ചു കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് ഫെബ്രുവരി അജിംസെ പ്രധാനമന്ത്രി എൻ ഗെയിം പറഞ്ഞാലും പറഞ്ഞില്ലേലും, ഞാനൊന്ന് പറഞ്ഞോട്ടെ, പ്രധാനമന്ത്രി എൻ ഗെയിം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയത്ത് നടത്തുക എന്നുള്ളതാണല്ലോ. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണമല്ലോ. പാൻഡമിക് പ്രമാണിച്ച് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചാൽ ഈ 5 വർഷം കഴിഞ്ഞാൽ ഗവർണർ ഭരണമാണ് വരേണ്ടത്. രാഷ്ട്രപതി ഭരണം വരുമ്പോൾ അതെന്തായിരിക്കും നിങ്ങൾ പറയുന്നത്?
ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കേണ്ടത് അത് ഭരണഘടനാപരമായി ഇലക്ഷൻ കമ്മീഷൻ്റെ ബാധ്യതയാണ്. പുതിയ ഗവൺമെൻറ് മെയ് മാസത്തിൽ പുതിയ സർക്കാർ വരേണ്ടത്. അത് വരാതെ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം പറയും ഇതാ നരേന്ദ്രമോദി ഫാസിസം എന്ന് പറയും. ഇപ്പോൾ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഭരണഘടന അനുസരിച്ച് 5 വർഷം കൂടുമ്പോൾ മെയ് മാസത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരേണ്ട സമയത്ത് അതിന് പാകത്തിന് തെരഞ്ഞെടുപ്പ് നടത്തിയതും തെറ്റായി എന്നാണ് പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ സെക്കൻഡ് വേവ് വരുന്നു എന്നുള്ള ഫെബ്രുവരി 4-ാം തീയതി കേരളത്തിലും മഹാരാഷ്ട്രയിലും ഫെബ്രുവരി സെക്കൻഡ് വീക്കിൽ 11 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വരികയും ഇവിടെ സ്വീകരിക്കേണ്ട നയങ്ങളെ സംബന്ധിച്ച് ഇവിടെ വച്ച് ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുകളെ എന്താകുമായിരുന്നു ഉണ്ടാവുക? അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി 6 മാസം കഴിഞ്ഞ് 6 മാസത്തേക്ക് ഈ നിലവിലെ സർക്കാർ തുടരാൻ അനുവദിക്കുകയും 6 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് മതി എന്ന് വെച്ചാൽ മതിയായിരുന്നല്ലോ. അങ്ങനെ ശുപാർശ ചെയ്യാമല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്. ഇല്ല, നിങ്ങൾ പറഞ്ഞത് ഞാനിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അന്നേരം നിങ്ങളുണ്ടാക്കുന്ന ചർച്ച എന്തായിരിക്കും? ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മുൻ പ്രധാനമന്ത്രി അയച്ച കത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെ അതിജയിച്ചു എന്നൊക്കെ പ്രഖ്യാപിക്കാമോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി? എൻ്റെ സ്നേഹിതൻ, ഞാൻ മീഡിയ വണ്ണിൽ വന്നിരുന്ന് നുണ പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അങ്ങനെ നുണ പറയുന്ന ഒരാളുമല്ല. ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ അറിയാമേല എന്ന് പറഞ്ഞോളൂ. ഫെബ്രുവരി മാസത്തിൽ ഞാനിപ്പോൾ എടുക്കാം. ഫെബ്രുവരി മാസത്തിൽ ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ കേരളത്തിലെ മഹാരാഷ്ട്രയിൽ ആദ്യം കേരളത്തിലും മഹാരാഷ്ട്രയിലും അതിനുശേഷം 11 സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന്മാർ വരികയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു എന്നുള്ളതിന് വ്യക്തമായ രേഖയോടുകൂടിയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വെറുതെ അല്ല. ഫെബ്രുവരി 1-ാം തീയതി കേരളവും മഹാരാഷ്ട്രയും സന്ദർശിച്ചു. അവർ നൽകിയ റിപ്പോർട്ട് പൂവർ കണ്ടെയ്ൻമെൻറ്റ് കോണ്ടാക്ട് ട്രേസിംഗ് എഫേർട്സ് വിത്ത് പൂവർ പാരാമീറ്റർ കൺട്രോൾ ഉൾപ്പെടെയുള്ള അവർ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 1, ഫെബ്രുവരി 3 ഉൾപ്പെടെയുള്ള തീയതികളിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് ഞാനീ പറയുന്നത്. അവർ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് ഗൈഡൻസ് കൊടുക്കുകയും അതിനാവശ്യമായ ദുരിതാശ്വാസ നിധിയുടെ പൈസ ചെലവാക്കാൻ അടക്കമുള്ള നിർദ്ദേശം സാങ്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്തത്. ഇനി പ്രധാനമന്ത്രിയെ കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രമായിരുന്നു ഒരു ചോദ്യം. അവർ വന്നോ ഇല്ലയോ, കണ്ടെയ്ൻമെന്റ് മോശമാണോ അല്ലയോ എന്നുള്ളതല്ല. അതിപ്പോൾ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങൾക്കും, അതായത് മോദിയുടെയൊക്കെ മൂക്കിന് താഴെ ഡൽഹിയിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് നമുക്കറിയാമല്ലോ. അതിൽ തർക്കം വേണ്ട, ഞാൻ വരാം. താങ്കളെ ശ്രീ പ്രകാശൻ മാസ്റ്റർ, അങ്ങനെ ഒരു രണ്ടാം വരവിനെ കുറിച്ചുള്ള ഊഹം പോലുമില്ലാതെ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം അതേക്കുറിച്ച് നൽകാതെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ ശുപാർശ ചെയ്യാതെ ശ്രീ പ്രകാശൻ മാസ്റ്റർ, അതാണോ ഇതിലെ പ്രശ്നം? അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത് അബിൻ വർക്കി ഇപ്പോൾ എണ്ണം വിട്ട് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ 35,000 കോടി വാക്സിനേഷന് വേണ്ടി കേന്ദ്ര ബജറ്റിൽ നീക്കിവെച്ച ഒരു സർക്കാരാണിത്. ആ 35,000 കോടി മതിയായിരുന്നില്ലേ സൗജന്യ വാക്സിൻ രാജ്യം മുഴുവൻ? ഇതിൽ നാരായണൻ നമ്പൂതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കളവല്ലെങ്കിൽ വസ്തുതാവിരുദ്ധാണ്. ഒന്ന്, ഈ കോവിഡിൻ്റെ ഈ പാൻഡമിക് നേരിടുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിച്ചത്. ആ ഫണ്ട് മാത്രം ഉപയോഗിച്ചാൽ 40,000-ഓ 50,000-ഓ കോടി രൂപ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമായി വാക്സിൻ കൊടുക്കുന്നതിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. 1. 2, ഈ കഴിഞ്ഞ ബജറ്റിനകത്ത് 35,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഈ കോവിഡ് വാക്സിനെ നേരിടുന്നതിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ശ്രമവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ പാൻഡമിക് തുടരും എന്ന് കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ വാക്സിൻ ഉണ്ടാക്കുന്ന കുറേ കമ്പനികളുണ്ട്. ആ കമ്പനികളെ ഒന്നും തന്നെ ജനിതക വാക്സിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റവും വരുത്താൻ
ഈ കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചിട്ടേ ഇല്ല. ഇവിടെ കേരളത്തിൽ ഓക്സിജൻ കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓക്സിജൻ കപ്പാസിറ്റി നേരത്തെ ഉള്ളതിന് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെട്ടത് നമ്മളെല്ലാം മുമ്പിലുള്ളതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നീക്കം ഉണ്ടായില്ല. അപ്പോൾ നമുക്കറിയാം HBL ഇൻറ്റിഗ്രേറ്റഡ് വാക്സിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് 2016 ഇന്ത്യയിൽ ഉണ്ടാക്കിയ തമിഴ്നാട്ടിലെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ വേണമെങ്കിൽ ഈ പറയുന്ന വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ അത് ഉണ്ടാക്കുന്ന സാനിറ്റൈസർ മാത്രമാണ്. ആ രംഗത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയാൻ വേണ്ടി കഴിയുമോ? എന്നിട്ട് നരേന്ദ്രമോദി പറയുന്നത് എന്താ? നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോവിഡ് നേരിടുന്ന കാര്യത്തിൽ ലോകം ഭാരതത്തെ മാതൃകയാക്കണം എന്നാണ്. ഇതിനെ പരാജയപ്പെടുന്നതിൽ ഇന്ത്യ രാജ്യം മുന്നിട്ട് നിൽക്കുന്നുവെന്നാണ്, ഈ രോഗത്തെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തിയെന്നാണ്. അപ്പോൾ നാരായണ നമ്പൂതിരി പറയുന്ന കാര്യങ്ങൾക്കൊന്നും വസ്തുതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ ഉള്ള വസ്തുതകളെ കൃത്യമായിട്ട് തിരിച്ചറിയാനോ ഈ മഹാമാരിയെ നേരിടുന്നതിന് ഒരു രാജ്യത്തിൻ്റെ ചുമതലക്കാരൻ എന്നുള്ളതിലേക്ക് അത് കൈകാര്യം ചെയ്യുന്നതിലോ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെന്റും സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ശരി, ഈ അബിൻ, ഇവിടെ ഇന്നുണ്ടായ മറ്റൊരു സംഭവം, ഈ CMDRFലേക്ക് ആളുകൾ സംഭാവന ചെയ്യുന്നതിന് പ്രതിപക്ഷ നേതാവ് പ്രോത്സാഹിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഈ നമ്മൾ 2 ദുരന്തങ്ങൾ നേരിട്ട സമയത്തും അതിനുശേഷവും ഈ അതിലേക്ക് സംഭാവന ചെയ്താൽ ഇവരെല്ലാം അടിച്ചുകൊണ്ട് പോകും, CPM-കാർ കട്ടുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞവരാണ് നിങ്ങൾ. ഇപ്പോഴെന്താണ് ഈ CMDRF-നോടൊരു പ്രത്യേക സ്നേഹം പ്രതിപക്ഷത്തിന്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ നാരായണൻ നമ്പൂതിരിയൊക്കെ എത്രമാത്രം ബാലിശമായ കാര്യങ്ങളാണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ നാട്ടിൽ രണ്ടാമത്തെ ഒരു കോവിഡ് സുനാമി വരാൻ പോകുന്നുവെന്ന് പ്രതിപക്ഷം പലകുറി ഇവിടെ പറഞ്ഞപ്പോൾ അതിനെ അധിക്ഷേപിച്ച പാർട്ടിയാണ് BJP-യും കേന്ദ്ര സർക്കാരും. ഇനി വാദത്തിന് വേണ്ടി നാരായണൻ നമ്പൂതിരി പറയുന്നത് നമ്മൾ വാദത്തിന് വേണ്ടി ശരിവച്ചാൽ ഫെബ്രുവരിയിൽ ഇവിടെ ഒരു 2ാം വേവ് കോവിഡിനുണ്ടാകുമെന്ന് BJP-ക്കും കേന്ദ്ര സർക്കാരിനും അറിയാമായിരുന്നെങ്കിൽ അജിംസും എന്നെ ശ്രവിക്കുന്ന ഈ മീഡിയ വണിലെ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യ മഹാരാജ്യം കയറ്റുമതി ചെയ്ത വാക്സിൻ്റെ എണ്ണം 6.5 കോടിയാണ്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യ മഹാരാജ്യം കയറ്റുമതി ചെയ്ത ഓക്സിജൻ 9300 മെട്രിക് ടണ്ണാണ്. അജിംസെ, ഇന്ന് ഇന്ത്യയിൽ 8000 മെട്രിക് ടൺ ഓക്സിജൻ ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ സാധിക്കുന്നത് 7127 മെട്രിക് ടൺ മാത്രമാണ്. അതിൽ തന്നെ 3500 മെട്രിക് ടൺ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണം. നമ്മൾക്ക് ആഭ്യന്തര ഉൽപ്പാദനം അത്രയും ഇല്ലാത്ത ഒരു രാജ്യത്ത് 9300 മെട്രിക് ടൺ നമ്മൾ കയറ്റുമതി ചെയ്തു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ കൂടി എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് റെംഡിസിവിർ എന്ന് പറയുന്ന കോവിഡ് അതിരൂക്ഷമായിരിക്കുന്ന ആളുകൾക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ, ആദ്യം നാരായണൻ നമ്പൂതിരി ബഹുമാനപ്പെട്ട BJP അംഗം ഇവിടെ സൂചിപ്പിച്ചല്ലോ, അതിൻ്റെ വില പ്രിയപ്പെട്ട നാരായണൻ നമ്പൂതിരി ഇന്ന് 8000 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ യഥാർത്ഥ MRP എത്രയാണെന്ന് താങ്കൾക്കറിയാമോ? 250 രൂപ മാത്രമാണ്. ഞാൻ ഇന്നത് 4 ഡോസ് ഞാൻ തന്നെ അന്വേഷിച്ചപ്പോൾ ഇവിടെ 3000-വും 4000 രൂപയാണ് അവർ മേടിക്കുന്നത്. ബ്ലാക്ക് മാർക്കറ്റിൽ 18000 രൂപയ്ക്കാണ് സിപ്ലയും സൺഫാർമയും ഉണ്ടാക്കുന്ന റെംഡിസിവിർ ഇഞ്ചക്ഷൻ ഇന്ത്യ മഹാരാജ്യത്ത് വിറ്റഴിക്കുന്നത്. ആ റെംഡിസിവിർ ഇഞ്ചക്ഷൻ 11 ലക്ഷമാണ് കയറ്റുമതി ചെയ്തത്. ഇങ്ങനെ ഒരു 2ാം വരവ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകുമെന്ന് ഈ കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു കയറ്റുമതി ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് ഉണ്ടാകുമായിരുന്നോ? അത് മാത്രമല്ല, ഇന്ന് 20 ലക്ഷം വാക്സിനേഷനാണ് ഇന്ത്യയിൽ വേണ്ടത്. അതിൽ തന്നെ 10 ലക്ഷത്തിനാണ് ആഭ്യന്തര ഉൽപാദനമുള്ളത്. അപ്പോ ഈ സർക്കാർ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ അജിംസിന്റെ ചോദ്യം, CMDRF ഫണ്ടിലേക്ക് ഇവിടെ സംഭാവന കൊടുക്കരുതെന്ന് പ്രതിപക്ഷം ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചത് എന്താ? പ്രളയ ദുരിതാശ്വാസ ഫണ്ട് കൈകാര്യം ചെയ്ത രീതി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, അതിലെ തട്ടിപ്പ്, CPM-ന്റെ അതിനകത്തെ പ്രശ്നങ്ങൾ, അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല, കളമശ്ശേരിയിലെ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ ഡോക്ടർ ഷേണായി, എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഡോക്ടർ ഷേണായി, നമ്മളിതിലെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം. എല്ലാം മാറ്റിവെച്ചാൽ പോലും ഇപ്പോൾ ഈ കാണുന്നൊരു കയോസ് ഉണ്ടല്ലോ, ഇവിടെ അബിൻ ചൂണ്ടിക്കാട്ടിയ റെംഡിസിവിറിൻ്റെ വിലയടക്കമുള്ള, ഓക്സിജൻ്റെ അലഭ്യത അടക്കമുള്ള, ബെഡുകളുടെ അലഭ്യത അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇത് ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ, ഒരു പൊതുജനാരോഗ്യ പ്രവർത്തകൻ്റെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം കൊളാപ്സ്ഡ് ആയതാണോ, അതോ ഒരു പാൻഡമിക്കിനെ നേരിടാൻ ദുർബലമാണോ നമ്മുടെ സിസ്റ്റം? അങ്ങനെ തന്നെയാണോ? ഈ ഭരണകൂടത്തിൻ്റെ ദൗർബല്യം തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഒരു പാൻഡമിക് അവസാനിച്ചു എന്ന് ഫെബ്രുവരി മാസത്തിലും മാർച്ച് ആദ്യ വാരങ്ങളിലും നമ്മുടെ ഗവൺമെന്റിന് ഇവിടെ എല്ലാ ആരോഗ്യ വിദഗ്ധരും തെറ്റിദ്ധരിച്ചെന്നുള്ളത് സത്യമാണ്. ഈ വൈറസ് അതുപോലെ രണ്ടാം പീക്ക് ഉണ്ടാകുന്ന മാർച്ച് ആദ്യ വാരത്തിലും ഒരു 10 അടുപ്പിച്ച് രണ്ടാം വേവ് വരുന്നു എന്ന് പറയുമ്പോഴും ഒരിക്കലും ഒരു 3.5 ലക്ഷം 4 ലക്ഷം കേസുകൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുമെന്ന് ആരും സ്വപ്നേപി വിചാരിച്ചിരുന്നില്ല. ലെറ്റ് us ബി വെരി ഫാക്ച്വൽ അബൌട്ട് ദാറ്റ്. അപ്പോൾ അത് കേരളം 25,000 22,000 കേസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിരുന്നില്ല. കേരളം അത് വിചാരിച്ചത് കഴിഞ്ഞ ഒരു 10-12 ദിവസം കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇത് അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു പീക്കാണ്. അവിടെ ഹെൽത്ത് കെയർ സിസ്റ്റം കൊളാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന് നമ്മൾ മുന്നൊരുക്കം നടത്തേണ്ടിയിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. അപ്പം നമ്മൾ മുന്നൊരുക്കം നടത്താത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് മുൻകൂട്ടി കാണാനുള്ള ഒരു ദീർഘവീക്ഷണം ഇല്ലാതിരുന്നു. UK-യും US-ലും കൂടുതൽ ആളുകളെ വാക്സിനേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ വാക്സിനേറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ വാക്സിനേറ്റ് ചെയ്ത രാജ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യ വെച്ച് ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയ നമ്പർ മാത്രമാണ്. നമ്മൾ പെട്ടെന്ന് വാക്സിനേഷൻ കൂട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പീക്കിന്റെ ഒരു ഹൈറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല കോവിഡ് തീർന്നുവെന്ന് പല മന്ത്രിമാരും പല ആളുകളും പറയുമ്പോൾ ജനവും ലാക്സ് ആകും. ഇലക്ഷൻ റാലികൾ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ, കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഇലക്ഷൻ റാലികളിൽ ആളുകൾ കൂടുക. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും ഇത് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. ആരോഗ്യ വിദഗ്ധർക്കും ഇത്ര വലിയൊരു പീക്ക് ഉണ്ടാകുമെന്ന് ആരും പ്രഡിക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇതിന്റെ മുന്നൊരുക്കങ്ങളും അത്ര വലിയൊരു പീക്കിന് വേണ്ടി ഒരുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഡൽഹി പോലെയുള്ള സംസ്ഥാന വലിയ ശരി ഡോക്ടർ ഷെന, എന്തായാലും സത്യസന്ധതയുടെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദികൾ സ്വയം ഏറ്റെടുക്കണം. ഇത് ഞങ്ങളുടെ വീഴ്ചയാണെന്ന് ഏറ്റെടുക്കേണ്ട ഒരു അവസാന സമയമാണ്. അങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് മാത്രമേ ഇനി ഈ സ്ഥിതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ഇപ്പോൾ നാം കാണുന്ന കാഴ്ചകൾ വ്യക്തമാക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ഡോക്ടർ ഷെനായി, എം പ്രകാശൻ, അബിൻ വർക്കി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.